ഒന്നും കൂടുതൽ കടക്കുന്നില്ല. നിങ്ങൾ സംസാരിച്ചതനുസരിച്ച് നിങ്ങളുടെ സംസാരത്തിന്റെ ലൈൻ അനുസരിച്ച് ഞാൻ ആ ഭാഗത്തിലേക്ക് കൂടുതലൊന്നും ആ നിലക്ക് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയട്ടെ. അത് തലപ്പത്തിരിക്കുന്ന ആളുകൾ അവരാണ് പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. അച്ഛനുണയാണ്. സമസ്തന്റെ തലപ്പത്തിരിക്കുന്നവർ പറയുന്നത് CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് ഇയാൾ പറയണത്. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് പറയുകയുമില്ല. അങ്ങനെ സമസ്തയോട് ബന്ധപ്പെട്ട ഒരാൾക്കും അങ്ങനത്തെ വിശ്വാസമില്ല. സമസ്തയുടെ മേൽ നിങ്ങൾ പച്ചക്കളവ് വെച്ച് കെട്ടിയതാണ്. അങ്ങനത്തെ വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകും. ഓരോട് പോയി പറയും നിങ്ങൾ എല്ലാം സമസ്തനെ അക്കൗണ്ടിൽ വരവെക്കല്ലേ. അപ്പൊ സത്യത്തിലുണ്ടാകുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് ആയത്തുകൾ അംഗീകരിക്കാത്തതും ഹദീസുകൾ അംഗീകരിക്കാത്തതുമാണ് പ്രശ്നങ്ങളുടെ കാരണം എന്നാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. അത് തന്നെയാണ് സക്കരിയ സ്വലാഹിന്റെ അഭിപ്രായം. ഇനിവിടെ അദ്ദേഹം ഒരു കാഫിറാക്കൽ നാടകം നടത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തൂരി കടന്നു. അത് സക്കരിയ സ്വലാഹിന്റെ സംസാരം നിങ്ങൾ കേൾക്കി. ഒക്കെ മുട്ടുകാലിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ബർമൂട ഇട്ടിട്ട് അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുക. ഒരു പ്രശ്നമല്ല, അത് ഇംഗ്ലീഷുകാരൻ കൊണ്ടുവന്നതാ. അള്ളാന്റെ റസൂല് നിസ്ബു സാഖ് വരെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് അതിരികമിച്ചിലായി. നമ്മളെയൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് രണ്ടാമത് ചെല്ലേണ്ട ജാതി നിഷേധത്തിലേക്ക് നമ്മൾ ആളുകൾ പോകും. രണ്ടാമതല്ല, രാവിലെ മുതൽ വൈകുന്നേരം രാവിലെ വരെ ഗുളി കുടിച്ചാണ് ചെല്ലേണ്ടി വരും. ഈ കോലത്തിലാണെങ്കിൽ സ്വന്തം അനുയായികളോടാണ് അദ്ദേഹം പറയണത്. സക്കരിയ സ്വലാഹി മരണപ്പെട്ടെങ്കിലും ഞാനിത് ഇടാൻ കാരണം എന്താ വെച്ചാൽ മരിച്ചുപോയ സമസ്തന്റെ ഒരുപാട് ആളുകളോട് ഒരു കുതിരാക്കിയിട്ടുണ്ട്. KV ഉസ്താദിനെ, ശംസുൽ ഉലമാ തങ്ങളെ, അങ്ങനെ ഒരുപാട് മഹാരഥന്മാരായ ആളുകളെ. അപ്പോ ഈ നിലക്കുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഷഹാദത്ത് കലിമ വീണ്ടും ചൊല്ലേണ്ടി വരുന്നതാണ് സക്കരിയ സ്വലാഹി പറയുന്നത്. ബാക്കി പച്ചയായ ഹദീസ് കാണിച്ചു കൊടുത്താൽ പോലും ഒരൊറ്റ തള്ളല. സാധാരണക്കാര് മാത്രമല്ല മൗലവിമാരും തള്ളും. ആ മൗലവിമാര് ഹദീസ് തള്ളിയതുകൊണ്ടാണ് ഈ കോലത്തിലായത്. സ്വഹീഹായ ഹദീസ് അംഗീകരിക്കുന്നുവെങ്കിൽ, മുത്ത് റസൂലുള്ളാഹിന്റെ ഇത്തിബാ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ കൊയമാന്ത്രത്തിലൊന്നും നിങ്ങൾ കൊടുക്കുമായിരുന്നില്ല. ഹദീസ് തള്ളുക, അവനാന്റെ സൗകര്യത്തിന് പറ്റിയ ഹദീസ് ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക. പിലാത്തറയിൽ വെച്ച് നടന്ന മുജാഹിദിന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ സുവനീറിൽ പരസ്യമായിട്ട് മലയാളത്തിൽ അതിന്റെ 207-ാമത്തെ പേജിൽ നിങ്ങൾ എഴുതി വെച്ചു. അന്ന് നിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന കാലാണ്. എന്താ എഴുതി വെച്ചത്? സ്വഹാബത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ തള്ളുന്നു എന്ന് നിങ്ങൾ എഴുതി വെച്ചു. അങ്ങനെ സ്വഹാബത്തിനെ തള്ളിയാൽ നിങ്ങളെ കൈകളിൽ കിട്ടിയ ദീന് പിന്നെ എവിടുന്ന് കിട്ടിയതാ? സ്വഹാബത്തല്ല ദീന് ഇവിടെ കൊണ്ടുവന്നത്. മൗലവിമാരോട് പറയണ ഇപ്പൊ പേടി. കാരണം സാധാരണക്കാർ അത്ര തള്ളൂല. അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞില്ലേ, ഒന്നൊന്ന് പേടിക്കണ്ടേനി എന്നുണ്ട്. മറ്റേതെങ്കിലും ഒരൊറ്റ തട്ട എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. ഇപ്പൊ ബുദ്ധിക്ക് അനുസരിച്ചൊക്കെ തള്ളലാണല്ലോ സലാഹുല്ലമി പഠിപ്പിച്ചു വെച്ചിരിക്കണേ. ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസൊക്കെ തള്ളുക, പുറംകാലുകൊണ്ട് തട്ടുക, അല്ലേ? സഹീഹായ ഹദീസ് റസൂൽ നേരിട്ട് വന്ന് പറഞ്ഞ് എനിക്കൊന്നും നിഷേധിക്കാൻ പറ്റൂല. അങ്ങനെ സ്വഹീഹായ ഒരൊറ്റ ഹദീസ് നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ അതിനെന്ത് ചെയ്യണം? സ്വഹീഹായ ഹദീസുകൾ അംഗീകരിക്കണം. നിങ്ങളുടെ നേതാക്കന്മാര് ആഫീസിൽ നിന്ന് തരുന്ന ലിസ്റ്റിലുള്ള ഹദീസുകൾ മാത്രം അംഗീകരിച്ചാൽ പോരാ. നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ പഠിക്കാനും നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ ചിന്തിക്കാനും തയ്യാറാകണം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. പിന്നെ ഇവിടെ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങള്